ഞാൻ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഫാസിനേറ്റിംഗ് ജോബ് ആയിരുന്നു. എനിക്കുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ആർക്കിടെക്റ്റ് ആണ്. വീട് വരുന്നത് കൊടുങ്ങല്ലൂരാണ്. ഹേ എവരിവൺ, സോ ഒഫീഷ്യലി വെൽക്കം ടു മൈ ചാനൽ. സോ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ് ലോങ് വീഡിയോസ് ചെയ്യുമെന്ന്. പക്ഷെ എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ആൻഡ് ഓൾസോ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എനിക്ക് പുതിയതാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. പേര് അബ്ദുൽ ജലീൽ എന്നാണ്. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഞാനൊരു മലയാളിയാണ്. എൻ്റെ വീട് വരുന്നത് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് എയറോക്കിടെക്ട് എന്നാണ്. ഞാൻ പ്രൊഫഷണലി ഒരു ആർക്കിടെക്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഇപ്പം ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കുറേ പേർക്ക് ഒത്തിരി ഡൗട്ടുകളുണ്ട്. ഞാൻ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പരമാവധി ഞാൻ വീഡിയോസ് ചെയ്യാൻ നോക്കാം. സോ ഞാൻ വർക്ക് ചെയ്യുന്നത് ക്യാബിൻ ക്രൂ ആയിട്ടാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന എയർലൈൻ എന്ന് പറയുന്നത് വെർജിൻ അറ്റ്ലാന്റിക് ആണ്. വെർജിൻ അറ്റ്ലാന്റിക് ഒരു UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു എയർലൈൻ ആണ്. അവരുടെ നാഷണൽ ബേസ്ഡ് ക്രൂ ആണ് ഞാൻ. സോ ഞാൻ ഫ്ലൈ ചെയ്യുന്നത് ഒരൊറ്റ ഡെസ്റ്റിനേഷനിലാണ്, ബാംഗ്ലൂർ ടു ലണ്ടൻ, ദെൻ ബാക്ക് ടു ബാംഗ്ലൂർ. ഞാൻ സ്റ്റേ ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞാൻ വെർജിനിൽ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ജേർണി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രൊഫഷണലി ഒരു ആർക്കിടെക്റ്റ് ആണ്. ഞാൻ ഒരു ഏവിയേഷൻ ഡ്രീമായിട്ട് നടന്നൊരു കുട്ടിയാണ്. കാരണം പണ്ട് മുതലേ എൻ്റെ വീട് നെടുമ്പാശ്ശേരിക്ക് അടുത്താണ്. നെടുമ്പാശ്ശേരിക്ക് ഒത്തിരി അടുത്താന്ന് പറയാൻ കഴിയില്ല. ഒരു 1 hour ട്രാവലാണ് നെടുമ്പാശ്ശേരിക്കുള്ളത്. എന്നാലും എയർക്രാഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വീടിൻ്റെ മുകളിൽ ഞാൻ പഠിക്കാനിരിക്കുന്ന സമയത്ത് എയർക്രാഫ്റ്റ് കാണുമ്പോൾ അങ്ങനെ ആഗ്രഹിച്ചതാണ് ഏവിയേഷൻ ഡ്രീംസ്. പിന്നെ ചെറുതിലെ എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലെയിനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ് ഏവിയേഷൻ ഡ്രീം. പിന്നെ ഒരു ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് ജോബായിരുന്നു എനിക്ക്. എയർപോർട്ടിൽ പോകുമ്പോൾ ഇവരെ കാണുമ്പോൾ, പൈലറ്റ്സിനെ കാണുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ക്യാബിൻ ക്രൂവിനെ കാണുമ്പോൾ എനിക്ക് എന്തോ ആ ഒരു വൈറ്റ് കോളർ ജോബ് വേണമെന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഏവിയേഷൻ ഡ്രീംസ് ഒക്കെ ആയിട്ട് ഞാൻ വളർന്നു വന്നു. പിന്നെ ഞാൻ സ്വപ്നം കാണാൻ ഭയങ്കര അടിപൊളിയാണ്. കാരണം ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാനാണ് ആഗ്രഹം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. കാരണം എനിക്ക് ഫ്രീ ടൈം വേണ്ടത് എനിക്ക് സീലിംഗിൽ നോക്കി കിടക്കണം, എനിക്ക് കുറച്ച് ചിന്തിക്കണം. കാരണം എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ടൈം വേണം എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഞാൻ ഇതേപോലെ ആകാശം നോക്കി കണ്ട് ഇരുന്ന ഡ്രീമാണ് ഏവിയേഷൻ. എൻ്റെ ഏവിയേഷൻ ഡ്രീംസ് എന്ന് പറയുന്നത് കുറച്ച് വലിയ ഡ്രീംസ് ആയിരുന്നു. അപ്പോൾ +2 കഴിഞ്ഞിട്ട് ആ ഒരു ഏവിയേഷൻ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി എനിക്കോ എൻ്റെ ഫാമിലിക്കോ ഉണ്ടായിരുന്നില്ല. ഡ്രീം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ. സോ ഐ തോട്ട് ദാറ്റ് ഓക്കെ, ഐ വിൽ ഗോ ടു അനദർ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ വേറൊരു പ്രൊഫഷൻ ചിന്തിച്ചു തുടങ്ങി. എനിക്ക് അക്കാഡമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഐ വാസ് ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു എ പ്രൊഫഷണൽ ഡിഗ്രി. എനിക്ക് പഠിച്ച് കഴിയുമ്പോൾ എൻ്റെ പേരിൻ്റെ കൂടെ അല്ല എന്നുണ്ടെങ്കിൽ ഐ എം ലൈക്ക് ദിസ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിഗ്രി വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് പല അഡ്മിഷനും കിട്ടിയതാണ് ആഫ്റ്റർ +2. വലിയ ഏവിയേഷൻ ഡ്രീംസ് വേണ്ടാന്ന് വെച്ചെങ്കിലും നോർമൽ ഏവിയേഷൻ ഡിഗ്രിക്ക് ഞാൻ നോക്കിയായിരുന്നു. പിന്നെ എനിക്കത് എന്തോ താല്പര്യം വന്നില്ല. കാരണം ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ല എന്നുള്ളൊരു ഫീല് എനിക്കുണ്ടായിരുന്നു. ഏവിയേഷൻ ഡിഗ്രി മോശമാണെന്നല്ല പറയുന്നത്. ഏവിയേഷൻ ഡിഗ്രി എടുത്തിട്ട് ആൾക്കാർ അച്ചീവ് ചെയ്യുന്നുണ്ട്, അത് അപ് ടു ദം. പക്ഷെ എനിക്കൊരു നോർമൽ ഡിഗ്രി എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രൊഫഷണൽ ഡിഗ്രിയിലേക്ക് ചൂസ് ചെയ്തത്. ആർക്കിടെക്ചർ ഞാൻ വളരെ താല്പര്യത്തോടെ തന്നെ എടുത്തതാണ്. കാരണം വരയ്ക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എനിക്ക്. ആൻഡ് ഓൾസോ ഇമാജിനേഷൻ പവർ, ഡ്രീമിങ് പവർ കൂടുതലായിരുന്നു. സ്വപ്നം കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമാജിനേഷൻ പവർ ഉണ്ടായിരുന്നു. സോ അതൊക്കെ എന്നെ ആർക്കിടെക്ചറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് +2 ഐ വെന്റ് ടു ആർക്കിടെക്ചർ. ഞാൻ പഠിച്ചത് KMA കോളേജിലാണ്. യെസ്, ഞാൻ 2017 അഡ്മിഷൻ എടുക്കുന്നത്. 2017-22 ബാച്ചാണ്. ഇൻ ബിറ്റ്വീൻ കൊറോണ വന്നുകൊണ്ട് കുറച്ച് ലാഗായി. സോ 2023 ഞാൻ പാസ് ഔട്ട് ആവുന്നത്. ആ ഒരു 5 years ഐ ഗെയിൻ ലോട്ട്. കാരണം ആർക്കിടെക്ചർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഷേപ്പിംഗ് മൈസെൽഫ് ഹൂ ഐ ആം. ഞാൻ 2017 കയറിയപ്പോഴത്തെ ആളല്ല 2023 ഞാൻ പുറത്തിറങ്ങുമ്പോൾ. കാരണം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഓൺലി ടേക്കിംഗ് ദി ഡിഗ്രീസ്, ലൈക്ക് യു ആർ ഗെറ്റിംഗ് സം വാല്യൂസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ്. സോ ആ ഒരു എക്സ്പോഷർ, അതായത് ഞാനൊരു നാട്ടുംപുറത്തെന്ന് പറയാൻ പറ്റില്ല, ഞാനൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു എക്സ്പോഷർ ആയിരുന്നു. ത്രൂ ഔട്ട് ദ ജേർണി എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. കാരണം പല സ്ഥലങ്ങൾ കാണാൻ പറ്റി, ഇന്ത്യയിൽ പല സ്ഥലങ്ങൾ കാണാൻ പറ്റി. മോർ ദാൻ എ ട്രിപ്പ്, വി വർ ജസ്റ്റ് എക്സ്പോസ്ഡ് ടു ദ
കമ്മ്യൂണിറ്റി, വി വർ സ്റ്റാർട്ട് ടോക്കിംഗ് ടു എവ്രി വൺ. സോ അതൊക്കെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നതും എനിക്ക് ആർക്കിടെക്ചർ കൊണ്ടാണ്. കാരണം ആർക്കിടെക്ചർ ഈസ് എ കോഴ്സ് ലൈക്ക് യു ഹാവ് ടു സബ്മിറ്റ് ആൻഡ് യു ഹാവ് ടു പ്രസന്റ് യുവർ പ്രൊജക്ട് ടു ജൂറി പാനൽ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആർക്കിടെക്ചറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ആർക്കിടെക്ചർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് എനിക്ക് എന്നോട് തന്നെ നല്ല അഭിമാനമുണ്ട്. കാരണം എനിക്ക് അത് ഭയങ്കര വലിയൊരു ഷേപ്പിംഗ് കോഴ്സായിരുന്നു. കാരണം 5 വർഷം എൻ്റെ അടുത്ത് ഞാൻ ഈ ക്യാബിൻ ക്രൂവിലോട്ട് സ്വിച്ച് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ച കാര്യമാണ്, അങ്ങനെയെങ്കിൽ നീ എന്തിനാണ് 5 വർഷം വേസ്റ്റ് ചെയ്തത്? ഫോർ മീ 5 വർഷം എനിക്ക് വേസ്റ്റ് അല്ല. കാരണം ഞാൻ അതിൽ നിന്ന് ലേൺ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഏവിയേഷൻ ഡ്രീംസ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഐ വാസ് വെരി കോൺസെൻട്രേറ്റഡ് ഇൻ ആർക്കിടെക്ചർ സ്റ്റഡീസ് ബിക്കോസ് എനിക്ക് സപ്ലൈ ഇല്ലാണ്ട് പാസ്സാവണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നുകൊണ്ട് ഞാനതിൽ സഫർ ചെയ്യരുത്. കാരണം എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചാൻസ് എനിക്ക് മാക്സിമം ഉപയോഗിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോക്കസ്ഡ് ആയിരുന്നു ആർക്കിടെക്ചറിൽ. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഒരു 3rd ഇയർ ഒക്കെ ആയപ്പോൾ ഈ ഒരു ഏവിയേഷൻ ഡ്രീം എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വന്നു തുടങ്ങി. കാരണം ഫ്രണ്ട്സായിട്ട് നെടുമ്പാശ്ശേരിയിൽ പോവുക, ഇവിടെ നിന്ന് പോയിട്ട് എയർക്രാഫ്റ്റിനെ വാച്ച് ചെയ്യുക. ഇപ്പൊ നെടുമ്പാശ്ശേരി ഭയങ്കര ഫേമസ് ആണ് പ്ലെയിൻ സ്പോട്ടിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ ഈ ഫേമസ് ആവുന്നതിന് മുമ്പും നമ്മളവിടെ സ്ഥിരം കാണികളായിരുന്നു. കാരണം ഞാനവിടെ പോവാ, ഈ ഫ്ലൈറ്റ് റഡാറുണ്ട് ഫോണിൽ, ഫ്ലൈറ്റ് റഡാർ നോക്കിയിട്ട് ഏതൊക്കെയാണ് ഫ്ലൈറ്റ്, എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക ഫ്രണ്ട്സിന്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ തന്നെ അവർ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏവിയേഷൻ ഡ്രീംസ് ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, എന്ത് ചെയ്യണം എന്ന് അറിയില്ല. കാരണം ഞാനൊരു ആർക്കിടെക്ചർ കോഴ്സ് എടുത്തു. ഫൈനലി ഒരു ആഫ്റ്റർ 2 ഇയേഴ്സ് ഞാനൊരു ആർക്കിടെക്റ്റ് ആവും എന്നുള്ളൊരു ചിന്തയുണ്ട്. സോ ഏവിയേഷൻ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഫൈനലി ഐ കെയിം ടു തീസിസ് ലൈക്ക് ആഫ്റ്റർ ഇന്റേൺഷിപ്പ് ലൈക്ക് എൻ്റെ തീസിസ് സമയമായി. നമുക്ക് ഫൈനൽ ആർക്കിടെക്ചർ തീസിസ് ഉണ്ട്. തീസിസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ആർക്കിടെക്ചർ വൈസ് നമ്മൾ സോൾവ് ചെയ്യണം. സോ എല്ലാവരും അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് എടുക്കുക. നമുക്ക് കാരണം നമ്മുടെ ഒരു 6 മാസം നമ്മൾ ആ പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യുക. നമ്മളൊരു പ്രൊജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മളൊരു കിഡ് പോലെ നമ്മൾ അതിനെ നോക്കിക്കൊണ്ട് നടക്കണം. അപ്പോൾ ഓരോരുത്തരും അവരുടെ താല്പര്യത്തിനുള്ള ടോപ്പിക്സ് എടുത്തു തുടങ്ങി. ബട്ട് ഐ വാസ് വെരി കൺഫ്യൂസ്. കാരണം എനിക്ക് താല്പര്യം എന്ന് പറയുന്നത് ഏവിയേഷൻ ആണ്, പക്ഷെ അതെൻ്റെ ഒരു പേഴ്സണൽ ഡ്രീമാണ്. അതിനെ ആർക്കിടെക്ചറായിട്ട് എനിക്ക് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. എൻ്റെ മെന്റേഴ്സിൻ്റെ ഒക്കെ അടുത്ത് സംസാരിച്ചിട്ട് ഫൈനലി എയർപോർട്ട് ഡിസൈൻ എന്നുള്ള രീതിയിലെത്തി. പക്ഷെ എനിക്ക് ഒരു നോർമൽ എയർപോർട്ട് ഡിസൈൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ആർക്കിടെക്ചർ തീസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർപോർട്ട് ഡിസൈൻ്റെ സ്കോപ്പ് ഭയങ്കര കുറവാണ്. കാരണം ഒരു ടെർമിനൽ ഡിസൈൻ മാത്രമാണ് ഒരു ആർക്കിടെക്റ്റിന്റെ സ്കോപ്പിൽ വരുന്നത്. സോ I was confused. I thought that like I'll do something else, something different, so I can learn more or I can explore more. അങ്ങനെ ഞാൻ ഫൈനൽ തീസിസ് ചെയ്യുന്നത് ലക്ഷദ്വീപ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അതായത് ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുക. ഒരു ഐലൻഡിനെ, ഒരു അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഐലൻഡിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റി ഒരു 1 day ടൂറിസം പോലെ ചെയ്തിട്ട് അവിടെ എയർപോർട്ടിനെയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലക്ഷദ്വീപിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവരാം. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് എക്സ്പോഷർ കിട്ടുന്നത്, ടു ബി ഫ്രാങ്ക്. കാരണം ഞാനൊരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്തോ ദൂരെ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് എയർക്രാഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട്. കാരണം നെടുമ്പാശ്ശേരിയിൽ പോയി നിന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഉള്ളിൽ അതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി അത് കയറാണ്ടായപ്പോൾ ഒരു 22 ഏജ് വരെ ഞാൻ അത് കയറാണ്ടായപ്പോൾ ഫൈനലി ഐ തോട്ട് ദാറ്റ് ലൈക്ക് ഐ ടേക്ക് എയർക്രാഫ്റ്റ് ഓർ ഞാൻ പ്ലെയിനിൽ യാത്ര ചെയ്യാം. പക്ഷെ അത് എൻ്റെ ഒരു ജോബിന് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടോ ആയിരിക്കണം എന്ന് ഒരു ഇന്നർ മൈൻഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് അത് അതേപോലെ തന്നെ സംഭവിച്ചു. കാരണം ഞാൻ ലക്ഷദ്വീപിലേക്ക് ട്രാവൽ ചെയ്യുന്നത് മൺസൂണിലാണ്. അന്ന് ഷിപ്പ് ഉണ്ടായിരുന്നില്ല, ഷിപ്പിന്റെ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരുന്നില്ല. ആൻഡ് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് വാസ് ടു ലക്ഷദ്വീപ്. ഞാൻ ATR ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അന്ന് ഇൻഡിഗോ ഇല്ല മീൻസ് ഇൻഡിഗോ ഡെസ്റ്റിനേഷൻ ഇല്ല ലക്ഷദ്വീപ്. ഞാൻ അലയൻസ് എയറിന്റെ ATR 72 സീറ്റേഴ്സ് എടുത്തിട്ടാണ് പോകുന്നത്. ആൻഡ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ടേക്ക് ഓഫ് ഫ്രം നെടുമ്പാശ്ശേരി. ആൻഡ്
എൻ്റെ ഫസ്റ്റ് ലാൻഡിങ് എന്ന് പറയുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ലക്ഷദ്വീപിലോട്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്, ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നൊരു ഫീലിംഗ് ആണ്. കാരണം എൻ്റെ ഫസ്റ്റ് ടേക്ക് ഓഫ് ആൻഡ് ഫസ്റ്റ് ലാൻഡിങ്, കാരണം ഏവിയേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉള്ളിലുള്ളൊരു ഡ്രീമാണ്. ആൻഡ് ഫൈനലി ഐ ഡിഡ് മൈ തീസിസ് ആൻഡ് തീസിസ് വെൻ വെൽ. ഞാൻ കോളേജിൻ്റെ ഡിസൈൻ ടോപ്പർ ആയിരുന്നു. സോ എൻ്റെ തീസിസിന് കേരള തീസിസ് അവാർഡ്സ് ഉണ്ട്, അതിൽ ടോപ്പ് 10 സെലക്ട് ആയി. അതിനേക്കാൾ സന്തോഷം ഉണ്ടാക്കിയ വേറെ കാര്യമാണ്, കാരണം ലക്ഷദ്വീപിൽ എയർപോർട്ട് വേണമെന്നുള്ളത് എൻ്റെ റിസർച്ച് ആയിരുന്നു. ഫൈനലി എൻ്റെ തീസിസ് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു പ്രൊപ്പോസൽ വന്നു. സോ ഐ ഫീൽ വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഞാൻ ലക്ഷദ്വീപ് ഗവൺമെൻറ്റിലേക്കുള്ളൊരു കണക്ഷൻ എനിക്ക് കിട്ടിയിട്ട് ഞാൻ എൻ്റെ പ്രൊപ്പോസൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഫോളോ അപ്പ് ചെയ്തില്ല. ആൻഡ് ഓൾസോ എൻ്റെത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ തീസിസ് ആയിരുന്നു, കാരണം ഒരു റിയൽ പ്രൊജക്റ്റ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസർച്ച് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് എടുക്കാം. ബട്ട് ഫൈനൽ തീസിസ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹൈപ്പോത്തറ്റിക്കൽ ആയിരുന്നു, കാരണം എന്താ വെള്ളത്തിലായിരുന്നു. അത് എത്ര എഫിഷ്യൻ്റ് ആണെന്നുള്ളത് കുറച്ചും കൂടെ അധികം റിസർച്ച് വേണ്ടി വരുന്ന കാര്യമാണ്. എൻ്റെ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ഈ ഗ്രാജുവേഷൻ്റെ ഇടയിൽ തന്നെ, ഗ്രാജുവേഷന് തൊട്ട് മുമ്പായിട്ട് ഞാൻ പഠിച്ച സെയിം കോളേജിൽ എനിക്ക് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പോഷർ കിട്ടി. അതെനിക്ക് എന്നെ സംബന്ധിച്ചോളം ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. കാരണം കോളേജിൽ നിന്ന് പാസ് ഔട്ടായിട്ട് ആ കോളേജിൽ പ്രൊഫസറായിട്ട് കയറിയ ആദ്യത്തെ കുട്ടിയാണ് ഞാൻ. അങ്ങനെ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു ആസ് എ പ്രൊഫസർ. സഡൻലി എൻ്റെ പ്രൊഫസേഴ്സ് എൻ്റെ കൊളീഗ്സ് ആയിട്ട് മാറി, എൻ്റെ ജൂനിയേഴ്സ് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് മാറി. ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. പക്ഷേ അറ്റ്മോസ്ഫിയർ എല്ലാം സെയിം ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബട്ട് എവറിഥിങ് വാസ് സെയിം ഇൻ എ ഡിഫറെൻറ്റ് വേ. ആൻഡ് ഐ ഗോട്ട് ഇനഫ് ടൈം. കാരണം ഒരു ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോബിന് കയറി കഴിഞ്ഞാൽ ഇറ്റ്സ് ലിറ്റിൽ ടഫ് ഇൻ ഇന്ത്യ ടു വർക്ക് ആസ് എൻ ആർക്കിടെക്ട്, ടു ബി ഫ്രാങ്ക്. ഒരു വർക്ക് കൾച്ചർ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. നമുക്ക് കുറച്ച് അധികം വർക്ക്സ് ചെയ്യേണ്ടി വരും. വർക്കിംഗ് അവേഴ്സ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ഞാൻ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു വർക്ക് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു 9 to 5 ജോബ് പോലെയായിരുന്നു. ആൻഡ് ഓൾസോ ഇൻ ബിറ്റ്വീൻ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർക്കിടെക്ചർ ഫേമിൽ വർക്ക് ചെയ്തായിരുന്നു ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഞാൻ പാരലലി കൊണ്ടുനടന്നിരുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് മൊമെന്റ് ഐ തോട്ട് ദാറ്റ് ലൈക്ക് എനിവേ ഐ കംപ്ലീറ്റ് മൈ ആർക്കിടെക്ചർ. സോ എനിക്ക് എൻ്റെ ഡിഗ്രി കിട്ടി. ഏവിയേഷൻ ഡ്രീംസ് ഞാൻ ആർക്കിടെക്ചറിന് മുമ്പ് എടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്തെങ്കിലും ഒരു ഏവിയേഷൻ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ആർക്കിടെക്ചറിനെ ബാധിക്കുന്നതുകൊണ്ട് ഐ വെയിറ്റഡ് 5 years ടു സ്വിച്ച് ഓർ ടു ട്രൈ ടു ഏവിയേഷൻ. അങ്ങനെ ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഈ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഡിസൈനിലോട്ട് ചെയ്യാൻ പറ്റും, മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫിനാൻഷ്യൽ ബാരിയേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ UK ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എനിക്ക് ഒരു അക്കാഡമിക്സിന് വേണ്ടിയിട്ട് പോകാനുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ആർക്കിടെക്ചർ എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണം, എനിക്ക് എൻ്റെ കാര്യം നോക്കണം, എനിക്ക് എൻ്റെ വീട്ടുകാരെ നോക്കണം എന്നുള്ളൊരു നിർബന്ധിതാവസ്ഥ ഉണ്ടായതുകൊണ്ട് മാസ്റ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷനും നടക്കുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഐ വാസ് ട്രൈങ് ലൈക്ക് ഇൻ ജർമ്മനി ആൻഡ് ഓൾ ലൈക്ക് ഒരു ഫ്രീ മാസ്റ്റേഴ്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻക്ലൂഡിങ് സ്കോളർഷിപ്പ് ഒരു മാസ്റ്റേഴ്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഞാൻ തിങ്ക് ചെയ്തായിരുന്നു. അങ്ങനെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഏവിയേഷനിലോട്ട് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവുന്നത്. ഇഫ് ഐ ക്യാൻ കംപ്ലീറ്റ് ആർക്കിടെക്ചർ, എനിക്കൊരു ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂസിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ പിന്നെ ചെയ്യാം. എൻ്റെ കേസ് എന്ന് പറയുന്നത്, എനിക്ക് ഏവിയേഷനെ പറ്റിയിട്ട് ഒരു ധാരണ ഇല്ലാണ്ടാണ് ഞാൻ ഏവിയേഷനിലോട്ട് വരുന്നത്. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് മൊത്തം ആർക്കിടെക്ചറാണ്. ഈവൻ എൻ്റെ ലാംഗ്വേജ് വരെ ആർക്കിടെക്ചർ റിലേറ്റഡ് ടു ലാംഗ്വേജ് ആണ്. അങ്ങനെ എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഏവിയേഷനിലോട്ട് സ്റ്റെപ്പ് ഓൺ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറേ ഏവിയേഷൻ പേജുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി, ഇൻ്റർവ്യൂ കോൾസിൻ്റെ ഒക്കെ പേജുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. ബിറ്റ്വീൻ ഐ ഗോട്ട് മൈ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഇൻ ടു ഇൻ്റർവ്യൂ ഫോർ ഏവിയേഷൻ. അതൊരു ഡൊമസ്റ്റിക് എയർലൈൻ ആയിരുന്നു. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ എയർലൈനിൽ. ബട്ട് ഐ വെൻറ്റ് ടു ദാറ്റ് ഇൻ്റർവ്യൂ ടു ഗെറ്റ് സം ഫ്രണ്ട്സ്. ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര അൺപ്രൊഫഷണൽ ആയിട്ട് ഫീൽ ചെയ്തു.
അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്റർവ്യൂവിന് പോയി നിൽക്കുന്ന സമയത്ത് അവർ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലായിരുന്നു. ഒരു ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്ത് വന്ന ഞാൻ, ഒരു പ്രൊഫഷണൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വന്ന ഞാൻ, ഒരു തീരെ പ്രൊഫഷണലിസം കാണിക്കാത്തൊരു ഇന്റർവ്യൂവിൽ വന്ന് പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബാഡ് ഫീലിംഗ് ആയിരുന്നു. പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ലൊരു കോൺടാക്ട് കിട്ടി, സർക്കിൾ കിട്ടി, ഏവിയേഷൻ ഡ്രീംസ് ഉള്ളവർ. അതിന് വേണ്ടിയിട്ട് തന്നെ ആ ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കി കാര്യത്തിൽ എനിക്കൊരു ബാഡ് ഫീലിംഗ് കിട്ടി. എയർലൈൻസ് ഇന്റർവ്യൂ ഇങ്ങനെയാണോ, ഒട്ടും ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. ആഫ്റ്റർ ദാറ്റ് എനിക്കൊരു ഐഡിയ കിട്ടി, ലൈക്ക് ഹൗ ഇന്റർവ്യൂ ഗോണ ഹാപ്പൻ, ലൈക്ക് നോട്ട് ദ ബാഡ് എക്സ്പീരിയൻസ്, ലൈക്ക് ഇന്റർവ്യൂ പാറ്റേൺസ് എങ്ങനെയായിരിക്കും, ടു മിക്സ് സി വി, ഹൗ ടു അപ്ലൈ, ഓരോ എയർലൈൻസിന്റെ വെബ്സൈറ്റിൽ കയറി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടി. ഇൻ ബിറ്റ്വീൻ ഐ വാസ് ഡൂയിങ് മൈ ആർക്കിടെക്ചർ പ്രാക്ടീസ് ആൻഡ് അക്കാഡമിക്സിലേക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പ്രൊഫസറായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇൻ ബിറ്റ്വീൻ ഓരോ മാസത്തിൽ ഇന്റർവ്യൂ കോൾസ് വരുമ്പോൾ ഞാൻ അത് പോയി അപ്ലൈ ചെയ്യും. ഓരോ മാസത്തിലൊന്നും വരില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ് മെയിൽസിന്. ഫീമെയിൽ എപ്പോഴും ഹയർ ചെയ്യുന്നുണ്ടാവും, പക്ഷേ മെയിൽ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ മെയിൽ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാവും, കാരണം ഇന്ത്യയിൽ നിന്ന് വല്ലപ്പോഴും മാത്രമാണ് ഓരോ എയർലൈൻസ് വന്നിട്ട് മെയിലിനെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി ഒരു ഓഗസ്റ്റിലൊക്കെയാണെന്ന് തോന്നുന്നു, വെർജിൻ എന്ന് പറയുന്ന കമ്പനി ഹയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കാണുന്നത്. ആൻഡ് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം പിന്നെ ഇന്റർവ്യൂ പ്രോസസ്സ് എനിക്ക് 4 റൗണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഫൈനലി ഐ വാസ് ഗെറ്റിംഗ് ഇൻ ടു ക്യാബിൻ ക്രൂ. 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷം 23-ലാണ് എൻ്റെ ഗ്രാജുവേഷൻ. 2023 ജാനുവരി ഗ്രാജുവേഷന് മുമ്പായിട്ട് ഞാൻ പ്രൊഫസറായിട്ട് കയറി. 2024 ഫെബ്രുവരിയിൽ ഞാൻ റിസൈൻ ചെയ്തു. കാരണം ഒരു എയർലൈനിൽ നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റർവ്യൂ സെലക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർലൈനാണ് ബാക്കി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കേസിൽ ഏവിയേഷൻ ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല, കാരണം ഞാൻ ഏവിയേഷൻ ഡിഗ്രി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ഇന്റർവ്യൂ അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ സെലക്ട് ആയതിനു ശേഷം എന്നെ എയർലൈൻ അവരുടെ രീതിയിൽ പഠിപ്പിക്കാൻ കൊണ്ടുപോവാണ് ചെയ്തത്. അങ്ങനെ 2024 ഫെബ്രുവരി 17 എന്നെ വെർജിൻ അറ്റ്ലാന്റിക് UK പറഞ്ഞയച്ചു. കാരണം UK ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്, ആൻഡ് ഓൾസോ ട്രെയിനിങ് സെൻറ്ററും ഇവിടെ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഞാൻ 1 മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് UK വന്നു. വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം ഞാൻ എൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി. ആൻഡ് ഫൈനലി ഐ ഗോട്ട് മൈ വിങ്സ് ആൻഡ് ഞാൻ ക്യാബിൻ ക്രൂ ആയി. ബാംഗ്ലൂർക്ക് മൂവ് ചെയ്തു. ഇപ്പം ഞാൻ ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ വെക്കേഷന് വേണ്ടിയിട്ട് UK വന്നിട്ടാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. കുറച്ച് ദിവസമായി ലോങ് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ നടന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ എക്സാമാണ് വരുന്നത്, റെക്കറൻ്റ് ആണ് വരുന്നത്. ഇപ്പം എനിക്ക് ഈ മന്ത് എക്സാമാണ്. ഇനി അതും കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. നമ്മൾ എല്ലാ വർഷവും കംപ്ലീറ്റ് ചെയ്യേണ്ട കുറച്ച് എക്സാംസ് ഉണ്ട്, അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫൈനലി ക്യാബിൻ ക്രൂ ആയി. ഇപ്പം ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നു വെർജിന് വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കിടെക്ചർ വർക്ക് പ്രോപ്പർലി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ, ബട്ട് ഞാൻ അധികം ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. 5 വർഷം പഠിച്ചതല്ലേ. ആൻഡ് ഓൾസോ ഐ ലവ് ആർക്കിടെക്ചർ. എൻ്റെ ഫ്രണ്ട് കൂടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ സർവീസ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. സോ ദാറ്റ്സ് മീ. അങ്ങനെയാണ് ഞാൻ എയറോ ആർക്കിടെക്റ്റ് ആയത്. അങ്ങനെയാണ് ഞാൻ ക്യാബിൻ ക്രൂ ആൻഡ് ആർക്കിടെക്റ്റ് ആയത്. അപ്പോൾ അതാണ് ഞാൻ. ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എലിമിനേറ്റ് ചെയ്യുക. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സി യു, താങ്ക് യു.